നമസ്കാരം. പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദുർബല വിഭാഗത്തിന്റെ മനുഷ്യാവകാശമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉറപ്പുവരുത്തുന്നതിന് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് കൈത്താങ്ങ് എന്ന നിലയിലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷന്റെ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാർക്കുള്ള NPS, PF പെൻഷൻ തുടങ്ങിയ വിവിധ ക്ഷേമനിധി ബോർഡുകൾ നൽകുന്ന പെൻഷനുകൾ എന്നീ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്കെല്ലാം പെൻഷൻ തുക വിതരണം ആരംഭിക്കുകയാണ്. ഡിസംബർ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണമാണ് ആരംഭിക്കാനിരിക്കുന്നത്. ക്രിസ്മസ് പ്രമാണിച്ച് തിങ്കളാഴ്ച തുക എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും. പെൻഷൻ തുകയും മറ്റു ആനുകൂല്യങ്ങളും ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്നതിലേക്കായി 1225 കോടി രൂപയുടെ വായ്പാനുമതി സർക്കാർ തേടുകയും തുക കഴിഞ്ഞ ദിവസം തന്നെ സർക്കാരിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിക്കുന്നതോടൊപ്പം സാമൂഹിക സുരക്ഷാ പെൻഷൻ അർഹതയുള്ളവർക്ക് സുരക്ഷയും അഴിമതിക്കാർക്ക് ശിക്ഷയും നൽകുമെന്ന് ഇന്നലെ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ധനവകുപ്പ് വ്യക്തമാക്കി. ഇതിന്റെ ഭാഗമായി പെൻഷൻ വിതരണ സോഫ്റ്റ്വെയർ കാര്യക്ഷമമായി സ്പാർക്ക് പോലെയുള്ള സോഫ്റ്റ്വെയറുകളുമായി ബന്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചു. ഇൻഫർമേഷൻ കേരള മിഷൻ സേവനം കൂടുതൽ പ്രയോജനപ്പെടുത്താനും തീരുമാനം ആയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വിവിധ ഗ്രാമപഞ്ചായത്തിൽ നിന്നും സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യമുള്ളവർ, കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിലുള്ള വീടുകളിൽ താമസിക്കുന്നവർ, 1000 cc കൂടുതലുള്ള എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സിയല്ലാത്ത വാഹനങ്ങളുള്ളവർ എന്നിവർ പെൻഷൻ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ ആ പെൻഷൻ റദ്ദ് ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു. എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.